നമസ്കാരം. ഇന്ത്യയിലെ പ്രധാന പർവ്വത ചുരങ്ങൾ. ചുരം എന്ന് പറയുന്നത് എന്താണ്? പർവ്വതനിരകളിലൂടെ കടന്നു പോകാനാകുന്ന താഴ്ന്ന വഴിയോ കടന്നുപോക്ക് വഴിയോ ആണ് ചുരം. പാസ്. ചുരം എന്ന് പറയുന്നത് എന്താണ്? പർവ്വതനിരകളിലൂടെ കടന്നു പോകാനാകുന്ന താഴ്ന്ന വഴിയോ കടന്നുപോക്ക് വഴിയോ ആണ് ചുരം. പാസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ചുരം ഏത്? കാർദുംഗ്ല, ലഡാക്ക്, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ചുരം ഏത്? കാർദുംഗ്ല, ലഡാക്ക്, ജമ്മു കാശ്മീർ. ബാരാലാച്ച ലാ ചുരം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ബാരാലാച്ച ലാ ചുരം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ്? സിക്കിം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ്? സിക്കിം. ജലപ്ല ചുരം സിക്കിം. ജലപ്ല ചുരം സിക്കിം. പുരാതന സിൽക്ക് റൂട്ട് നാഥുല. പുരാതന സിൽക്ക് റൂട്ട് നാഥുല. നാഥുല ചുരം ഏത് രാജ്യവുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്നു? ചൈന. നാഥുല ചുരം ഏത് രാജ്യവുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്നു? ചൈന. ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഷിപ്കില ചുരം ഇന്ത്യയെ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്നു? ചൈന. ഷിപ്കില ചുരം ഇന്ത്യയെ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്നു? ചൈന. റോത്താങ് ചുരം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. റോത്താങ് ചുരം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ബോംഡില ചുരം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. ബോംഡില ചുരം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. ജോജില ചുരം ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സസ്കാർ പർവ്വതനിര. ജോജില ചുരം ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സസ്കാർ പർവ്വതനിര, സസ്കാർ റേഞ്ച്. ജോജില ചുരം ഏത് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു? ശ്രീനഗറിനെയും ലഡാക്കിനെയും. ജോജില ചുരം ഏത് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു? ശ്രീനഗറിനെയും ലഡാക്കിനെയും. ലിപു ലേക്ക് ചുരം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ലിപു ലേക്ക് ചുരം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ലിപു ലേക്ക് ചുരം ഇന്ത്യയെ ഏത് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നു? ചൈനയും നേപ്പാളും. ലിപു ലേക്ക് ചുരം ഇന്ത്യയെ ഏത് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നു? ചൈനയും നേപ്പാളിനെയും. മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരം ഏത്? പാലൽ ചുരം. മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരം ഏത്? പാലൽ ചുരം. ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള പ്രധാന ചുരം ഏത്? ടിഡിം ചുരം. ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള പ്രധാന ചുരം ഏത്? ടിഡിം ചുരം. ബോളൻ ചുരം പാകിസ്ഥാൻ. ബോളൻ ചുരം പാകിസ്ഥാൻ. ബോംഡില അരുണാചൽ പ്രദേശ്. ബോംഡില അരുണാചൽ പ്രദേശ്. ഡിഫു അരുണാചൽ പ്രദേശ്. ഡിഫു അരുണാചൽ പ്രദേശ്. പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങൾ 16. പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങൾ 16. സദാശിവ ചുരം ഏത് പർവ്വതനിരയിലാണ്? സഹ്യാദ്രി, വെസ്റ്റേൺ ഗട്ട്സ്. കേരള തമിഴ്നാട് അതിർത്തി. സദാശിവ ചുരം ഏത് പർവ്വതനിരയിലാണ്? സഹ്യാദ്രി, വെസ്റ്റേൺ ഗട്ട്സ്, കേരള തമിഴ്നാട് അതിർത്തി. പാലക്കാട് ചുരം ഏത് രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു? കേരളം തമിഴ്നാട്. പാലക്കാട് ചുരം ഏത് രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു? കേരളം തമിഴ്നാട്. പാലക്കാട് ചുരം ഏത് പർവ്വതനിരയിലാണ്? സഹ്യാദ്രി പർവ്വതനിര. പാലക്കാട് ചുരം ഏത് പർവ്വതനിരയിലാണ്? സഹ്യാദ്രി പർവ്വതനിര അല്ലെങ്കിൽ പാശ്ചാത്യഘട്ടം. താൽഘട്ട് ചുരം ഏത് സംസ്ഥാനത്താണ്? നാസിക്, മുംബൈ, മഹാരാഷ്ട്ര. താൽഘട്ട് ചുരം ഏത് സംസ്ഥാനത്താണ്? നാസിക്, മുംബൈ, മഹാരാഷ്ട്ര. ബോർഗട്ട്, പൂനെ, മുംബൈ. ബോർഗട്ട്, പൂനെ, മുംബൈ. ഖോരാൻഘട്ട്, രാജസ്ഥാൻ. ഖോരാൻഘട്ട്, രാജസ്ഥാൻ. ബുറസാർ ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ബുറസാർ ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ഫോട്ടില ചുരം എവിടെയാണ്? ലഡാക്ക്. ലേ ശ്രീനഗർ ഹൈവേയിലെ ഏറ്റവും ഉയർന്ന പോയിന്റ്. ഫോട്ടില ചുരം എവിടെയാണ്? ലഡാക്ക്. ലേ ശ്രീനഗർ ഹൈവേയിലെ ഏറ്റവും ഉയർന്ന പോയിന്റ്. ബനിഹാൾ ചുരം ഏത് രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ശ്രീനഗർ, ജമ്മു. ബനിഹാൾ ചുരം ഏത് രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ശ്രീനഗർ, ജമ്മു. ബനിഹാൾ ചുരത്തിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കം ഏതാണ്? ജവഹർ തുരങ്കം. ജവഹർ ടണൽ. ബനിഹാൾ ചുരത്തിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കം ഏതാണ്? ജവഹർ തുരങ്കം. പാൻഗോങ് തടാകത്തിലേക്ക് പോകുന്ന പ്രധാന ചുരം ഏത്? ചാങ്ല, ലഡാക്ക്. പാൻഗോങ് തടാകത്തിലേക്ക് പോകുന്ന പ്രധാന ചുരം ഏത്? ചാങ്ല, ലഡാക്ക്. നാഥുല ചുരം ഏത് വാണിജ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യ ചൈന വ്യാപാരപാത. നാഥുല ചുരം ഏത് വാണിജ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യ ചൈന വ്യാപാരപാത, സൈനോ ഇന്ത്യൻ ട്രേഡ് റൂട്ട്. ലിപു ലേക്ക് ചുരം ഏത് തീർത്ഥയാത്രക്കുള്ള വഴിയാണ്? കൈലാസ മാൻസരോവർ യാത്ര. ലിപു ലേക്ക് ചുരം ഏത് തീർത്ഥയാത്രക്കുള്ള വഴിയാണ്? കൈലാസ മാൻസരോവർ യാത്ര. ജോജില ചുരത്തിന്റെ പ്രത്യേകത എന്താണ്? ശ്രീനഗർ ലഡാക്ക് ഹൈവേയിലെ പ്രധാന ബന്ധപാത, വളരെ ഉയരത്തിലുള്ള മഞ്ഞുമൂടിയ പ്രദേശം. ജോജില ചുരത്തിന്റെ പ്രത്യേകത എന്താണ്? ശ്രീനഗർ ലഡാക്ക് ഹൈവേയിലെ പ്രധാന ബന്ധപാത, വളരെ ഉയരത്തിലുള്ള മഞ്ഞുമൂടിയ പ്രദേശം. തവാങ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന ചുരം ഏത്? സെല ചുരം.
അരുണാചൽ പ്രദേശ്. തവാങ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന ചുരം ഏത്? സെലാ ചുരം. സെലാ പാസ്, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ചുരം ഏത്? സെലാ ചുരം. അരുണാചൽ പ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ചുരം ഏത്? സെലാ ചുരം. ബോംഡീല ചുരം ഏത് പ്രദേശങ്ങളാണ് ബന്ധിപ്പിക്കുന്നത്? തവാങ്, ഗുവാഹത്തി, ആസാം. ബോംഡീല ചുരം ഏത് പ്രദേശങ്ങളാണ് ബന്ധിപ്പിക്കുന്നത്? തവാങ്, ഗുവാഹത്തി, ആസാം. കാർഡുംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ലഡാക്ക് റേഞ്ച്. കാർഡുംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ലഡാക്ക് റേഞ്ച്. കാർഡുംഗ്ല ചുരത്തിന്റെ ഉയരം എത്രയാണ്? ഏകദേശം 5359 മീറ്റർ. കാർഡുംഗ്ല ചുരത്തിന്റെ ഉയരം എത്രയാണ്? ഏകദേശം 5359 മീറ്റർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന ചുരം ഏത്? പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന ചുരം ഏത്? പാലക്കാട് ചുരം. കേരളത്തിന്റെ ഗതാഗത വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചുരം ഏത്? പാലക്കാട് ചുരം. കേരളത്തിന്റെ ഗതാഗത വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചുരം ഏത്? പാലക്കാട് ചുരം. ഗുജറാത്ത്, രാജസ്ഥാനിൽ ചെറിയ പർവ്വത ചുരങ്ങൾ കാണപ്പെടുന്നത് ഏത് പർവ്വതനിരയിലാണ്? ആരവല്ലി പർവ്വതനിര. ഗുജറാത്ത്, രാജസ്ഥാനിൽ ചെറിയ പർവ്വത ചുരങ്ങൾ കാണപ്പെടുന്നത് ഏത് പർവ്വതനിരയിലാണ്? ആരവല്ലി പർവ്വതനിര. ഹിമാചൽ പ്രദേശിലെ കിനൌർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏത്? ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശിലെ കിനൌർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏത്? ഷിപ്കില ചുരം. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന പർവ്വത ചുരങ്ങൾ പ്രധാനമായും ഏത് പർവ്വതനിരയിലാണ്? പട്കായ്-ബു, മിഷ്മി ഹിൽസ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന പർവ്വത ചുരങ്ങൾ പ്രധാനമായും ഏത് പർവ്വതനിരയിലാണ്? പട്കായ്-ബു, മിഷ്മി ഹിൽസ്. ഹിമാലയം ഒഴികെയുള്ള പ്രധാന പർവ്വതനിരകൾ: സഹ്യാദ്രി, പശ്ചിമഘട്ടം, പൂർവഘട്ടം, വിന്ധ്യ, സത്പുര, ആരവല്ലി, കാർബിയൻ പർവ്വതങ്ങൾ, നോർത്ത് ഈസ്റ്റ് ഹിൽസ്. സഹ്യാദ്രി, പാശ്ചാത്യഘട്ടം, ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ പാശ്ചാത്യ തീരത്തിന് സമാന്തരമായി ഗുജറാത്ത് മുതൽ കേരളം വരെ. സഹ്യാദ്രി ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ പാശ്ചാത്യ തീരത്തിന് സമാന്തരമായി ഗുജറാത്ത് മുതൽ കേരളം വരെ. പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരെന്താണ്? സഹ്യാദ്രി പർവ്വതനിര. പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരെന്താണ്? സഹ്യാദ്രി പർവ്വതനിര. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ആനമുടി, കേരളം. 2695 മീറ്റർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ആനമുടി, കേരളം. 2695 മീറ്റർ. ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി, കേരളം. ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി, കേരളം. പശ്ചിമഘട്ടത്തിലെ മറ്റു പ്രധാന കൊടുമുടികൾ ഏവ? ഡോഡബേട്ട, തമിഴ്നാട്, മഹാബലേശ്വർ, മഹാരാഷ്ട്ര, അഗസ്ത്യകൂട്, കേരളം. പശ്ചിമഘട്ടത്തിലെ മറ്റു പ്രധാന കൊടുമുടികൾ ഏവ? ഡോഡബേട്ട, തമിഴ്നാട്, മഹാബലേശ്വർ, മഹാരാഷ്ട്ര, അഗസ്ത്യകൂട്, കേരളം. പാശ്ചാത്യഘട്ടത്തിലെ പ്രധാന ചുരം ഏത്? പാലക്കാട് ചുരം, പാൽഗഡ് ക്യാപ്. പാശ്ചാത്യഘട്ടത്തിലെ പ്രധാന ചുരം ഏത്? പാലക്കാട് ചുരം, പാൽഗഡ് ക്യാപ്. പാശ്ചാത്യഘട്ടത്തിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? പൂർവഘട്ടം, ഈസ്റ്റേൺ ഗട്ട്സ്. പാശ്ചാത്യഘട്ടത്തിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? പൂർവഘട്ടം, ഈസ്റ്റേൺ ഗട്ട്സ്. പൂർവഘട്ടം ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പൂർവഘട്ടം ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പൂർവഘട്ടത്തിലെ പ്രധാന കൊടുമുടി ഏത്? അർമാക്കോണ്ട, ആന്ധ്രാപ്രദേശ്. പൂർവഘട്ടത്തിലെ പ്രധാന കൊടുമുടി ഏത്? അർമാക്കോണ്ട, ആന്ധ്രാപ്രദേശ്. ആരവല്ലി പർവ്വതനിര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ മുതൽ ഡൽഹി വരെ. ആരവല്ലി പർവ്വതനിര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ മുതൽ ഡൽഹി വരെ. ആരവല്ലി പർവ്വതനിരയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? കുരു ശിഖർ, മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? കുരു ശിഖർ, മൗണ്ട് അബു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏത്? ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏത്? ആരവല്ലി പർവ്വതനിര. വിന്ധ്യൻ പർവ്വതനിരയും സത്പുര പർവ്വതനിരയും ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യ ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ. വിന്ധ്യൻ പർവ്വതനിരയും സത്പുര പർവ്വതനിരയും ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യ ഇന്ത്യ. വിന്ധ്യൻ പർവ്വതനിരയും സത്പുര പർവ്വതനിരയും തമ്മിൽ എന്താണ് ഒഴുകുന്നത്? നർമ്മദ നദി. വിന്ധ്യൻ പർവ്വതനിരയും സത്പുര പർവ്വതനിരയും തമ്മിൽ എന്താണ് ഒഴുകുന്നത്? നർമ്മദ നദി. സത്പുര പർവ്വതനിരയിലെ പ്രധാന കൊടുമുടി ഏത്? ധൂപ്ഗഡ്, മധ്യപ്രദേശ്. സത്പുര പർവ്വതനിരയിലെ പ്രധാന കൊടുമുടി ഏത്? ധൂപ്ഗഡ്, മധ്യപ്രദേശ്. കാർബിയൻ പർവ്വതങ്ങൾ ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? വടക്കു കിഴക്കൻ ഇന്ത്യ, നോർത്ത് ഈസ്റ്റേൺ ഹിൽസ്. കാർബിയൻ പർവ്വതങ്ങൾ ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? വടക്കു കിഴക്കൻ ഇന്ത്യ, നോർത്ത് ഈസ്റ്റേൺ ഹിൽസ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകൾ ഏവ?
പാത്കായ്, നാഗ, മിഷ്മി, കാരോ, കാസി, ജൈന്തിയ. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകൾ ഏവ? പാത്കായ്, നാഗ, മിഷ്മി, കാരോ, കാസി, ജൈന്തിയ. കാരോ, കാസി, ജൈന്തിയ പർവ്വതങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ. ഗാരോ, ഖാസി, ജൈന്തിയ പർവ്വതങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എവിടെയാണ്? ഏത് പർവ്വതനിരയിലാണത്? മൗസിൻഡ്രം. കാസി പർവ്വതനിരയിൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എവിടെയാണ്? ഏത് പർവ്വതനിരയിലാണത്? മൗസിൻഡ്രം, കാസി പർവ്വതനിരയിൽ. വിന്ധ്യ സത്പുര സംഗമസ്ഥാനം അമർകണ്ടക്. വിന്ധ്യ സത്പുര സംഗമസ്ഥാനം അമർകണ്ടക്. ഡയാമിയർ എന്നറിയപ്പെടുന്നത് നങ്കാപർവ്വതം. ഡയാമിയർ എന്നറിയപ്പെടുന്നത് നങ്കാപർവ്വതം. കൃഷ്ണഗിരി എന്നറിയപ്പെട്ടിരുന്നത് കാരക്കോരം. കൃഷ്ണഗിരി എന്നറിയപ്പെട്ടിരുന്നത് കാരക്കോരം. ഡെക്കാൻ പീഠഭൂമിയുടെ അതിരുകൾ നിർണയിക്കുന്ന പർവ്വതനിരകൾ ഏവ? പാശ്ചാത്യഘട്ടം, വെസ്റ്റ്, പൂർവ്വഘട്ടം, ഈസ്റ്റ്. ഡെക്കാൻ പീഠഭൂമിയുടെ അതിരുകൾ നിർണയിക്കുന്ന പർവ്വതനിരകൾ ഏവ? പാശ്ചാത്യഘട്ടം, പൂർവ്വഘട്ടം. സഹ്യാദ്രിയും പൂർവ്വഘട്ടവും തമ്മിലുള്ള താഴ്വരയെ എന്താണ് വിളിക്കുന്നത്? ഡെക്കാൻ പീഠഭൂമി, ഡെക്കാൻ പ്ലാറ്റ്യൂ. സഹ്യാദ്രിയും പൂർവ്വഘട്ടവും തമ്മിലുള്ള താഴ്വരയെ എന്താണ് വിളിക്കുന്നത്? ഡെക്കാൻ പീഠഭൂമി. വിന്ധ്യൻ പർവ്വതനിരയുടെ വടക്കു ഭാഗത്ത് ഏത് സമതലമാണുള്ളത്? ഗംഗാ സമതലം. വിന്ധ്യൻ പർവ്വതനിരയുടെ വടക്കു ഭാഗത്ത് ഏത് സമതലമാണുള്ളത്? ഗംഗാ സമതലം. സഹ്യാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ഏവ? പെരിയാർ, സൈലന്റ് വാലി, നാഗർഹോൾ, ബാനർഘട്ട്. സഹ്യാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ഏവ? പെരിയാർ, സൈലന്റ് വാലി, നാഗർഹോൾ, ബാനർഘട്ട. അർബുദാഞ്ചൽ എന്നറിയപ്പെട്ടിരുന്നത് മൗണ്ട് അബു. അർബുദാഞ്ചൽ എന്നറിയപ്പെട്ടിരുന്നത് മൗണ്ട് അബു. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ളത് പരശ്നാഥ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ളത് പരശ്നാഥ്. പൂർവാചലിലെ ഏറ്റവും ഉയരമുള്ള ഭാഗം മൗണ്ട് ദഫ, അരുണാചൽ. പൂർവാചലിലെ ഏറ്റവും ഉയരമുള്ള ഭാഗം മൗണ്ട് ദഫ, അരുണാചൽ. താങ്ക് യു.